ലേവ്യർ അധ്യായം 6. കർത്താവ് മോശയോട് അരുളി ചെയ്തു, സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതോ ഈടുവെച്ചതോ ആയ വസ്തു തിരിച്ചു കൊടുക്കാതെയും കവർച്ച ചെയ്തും അയൽക്കാരനെ വഞ്ചിക്കുക, പീഡിപ്പിക്കുക, കാണാതെ പോയത് കണ്ടുകിട്ടിയിട്ടും ആ കാര്യം നിഷേധിച്ച് കള്ളസത്യം ചെയ്യുക എന്നിങ്ങനെയുള്ള പാപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് കർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്നവൻ കുറ്റക്കാരനായിരിക്കും. ഒരുവൻ ഇങ്ങനെ പാപം ചെയ്ത് കുറ്റക്കാരനായാൽ അവൻ കവർച്ച കൊണ്ടോ മർദ്ദനത്തിലൂടെയോ കൈവശപ്പെടുത്തിയതും സൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ടതും കാണാതെ പോയി കണ്ടുകിട്ടിയതും കള്ളസത്യം ചെയ്ത് നേടിയതും എല്ലാം വിലയുടെ 5ൽ 1 ഭാഗം കൂട്ടിച്ചേർത്ത് പ്രായശ്ചിത്ത ബലിയുടെ ദിവസം ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം. കൂടാതെ പ്രായശ്ചിത്ത ബലിക്കുള്ള ചെലവനുസരിച്ച് നീ നിശ്ചയിക്കുന്ന വില വരുന്ന ഊനമറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് കർത്താവിന് പ്രായശ്ചിത്ത ബലിയായി പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ കർത്താവിൻ്റെ മുമ്പിൽ അവനു വേണ്ടി പാപപരിഹാരം ചെയ്യണം. അപ്പോൾ അവൻ ചെയ്ത ഏത് കുറ്റത്തിലും നിന്ന് അവന് മോചനം ലഭിക്കും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും ഇപ്രകാരം കൽപ്പിക്കുക, ദഹനബലിക്കുള്ള നിയമം ഇതാണ്. ബലിവസ്തു ബലിപീഠത്തിന്മേലുള്ള അഗ്നികുണ്ഡത്തിൽ രാത്രി മുഴുവൻ പ്രഭാതം വരെ വച്ചിരിക്കണം. ബലിപീഠത്തിലെ അഗ്നി തുടരെ കത്തിക്കൊണ്ടിരിക്കുകയും വേണം. പുരോഹിതൻ ചണം കൊണ്ടുള്ള വസ്ത്രവും കാൽച്ചട്ടയും ധരിക്കണം. കാഴ്ചവസ്തു അഗ്നിയിൽ ദഹിപ്പിച്ചുണ്ടായ ചാരം ബലിപീഠത്തിൽ നിന്ന് ശേഖരിച്ച് അതിൻ്റെ ഒരു വശത്ത് ഇടണം. അതിനുശേഷം വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിച്ച് ചാരം പാളയത്തിന് വെളിയിൽ ശുചിയായ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ബലിപീഠത്തിലെ അഗ്നി കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. ദിവസവും രാവിലെ പുരോഹിതൻ അതിൽ വിറക് അടുക്കുകയും അതിന്മേൽ ദഹന ബലിവസ്തു ക്രമത്തിൽ നിരത്തുകയും സമാധാന ബലിക്കായുള്ള മേധസ് ദഹിപ്പിക്കുകയും വേണം. ബലിപീഠത്തിലെ അഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം, അത് കെട്ടുപോകരുത്. ധാന്യബലിയുടെ നിയമം ഇതാണ്. അത് അഹ്റോന്റെ പുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ ബലിപീഠത്തിന് മുമ്പിൽ അർപ്പിക്കണം. പുരോഹിതൻ ധാന്യബലിക്കുള്ള നേരിയ മാവിൽ നിന്ന് 1 കൈ മാവും അതിനുള്ള എണ്ണയും കുന്തിരുക്കം മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൽ വെച്ച് കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം. ശേഷിക്കുന്നത് അഹ്റോനും പുത്രന്മാരും ഭക്ഷിക്കണം. വിശുദ്ധ സ്ഥലത്ത് വെച്ച് പുളിപ്പില്ലാത്ത അപ്പമുണ്ടാക്കി വേണം അത് ഭക്ഷിക്കാൻ. സമാഗമ കൂടാരത്തിൻ്റെ അങ്കണത്തിൽ വെച്ച് അവർ അത് ഭക്ഷിക്കണം. അത് പുളിപ്പ് ചേർത്ത് ചുടരുത്. എൻ്റെ ദഹനബലികളിൽ നിന്ന് അവരുടെ ഓഹരിയായി ഞാനത് കൊടുത്തിരിക്കുന്നു. പാപപരിഹാര ബലി പോലെയും പ്രായശ്ചിത്ത ബലി പോലെയും അത് ഏറ്റവും വിശുദ്ധമാണ്. അഹ്റോന്റെ പുത്രന്മാർക്കെല്ലാവർക്കും കർത്താവിൻ്റെ ദഹനബലിയിൽ നിന്ന് ഭക്ഷിക്കാം. തലമുറ തോറും എന്നും നിലനിൽക്കേണ്ട നിയമമാണ് ഇത്. അവയെ സ്പർശിക്കുന്നവരെല്ലാം വിശുദ്ധരായിത്തീരും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അഹ്റോനും അവൻ്റെ പുത്രന്മാരും അഭിഷേക ദിവസം കർത്താവിന് സമർപ്പിക്കേണ്ട ബലി ഇതാണ്. 1 ഏഫായുടെ 10 നേരിയ മാവ് അനുദിന ധാന്യബലിയായി പകുതി രാവിലെയും പകുതി വൈകുന്നേരവും അർപ്പിക്കണം. അത് എണ്ണ ചേർത്ത് വറചട്ടിയിൽ ചുട്ടെടുക്കണം. അത് നന്നായി കുഴച്ച് ചുട്ട് കഷണങ്ങളാക്കി ധാന്യബലി പോലെ കർത്താവിന് പ്രീതികരമായ സൗരഭ്യമായി അർപ്പിക്കണം. അഹ്റോന്റെ പുത്രന്മാരിൽ അവൻ്റെ പിന്തുടർച്ചാവകാശിയായി അഭിഷിക്തനായ പുരോഹിതൻ എന്നേക്കുമുള്ള നിയമപ്രകാരം അത് കർത്താവിന് സമർപ്പിക്കണം. അത് മുഴുവനും ദഹിപ്പിക്കണം. പുരോഹിതൻ്റെ ഓരോ ധാന്യബലിയും പൂർണ്ണമായി ദഹിപ്പിക്കണം. അത് ഭക്ഷിക്കാൻ പാടില്ല. കർത്താവ് മോശയോട് അരുളി ചെയ്തു,
അഹറോനോടും പുത്രന്മാരോടും പറയുക, പാപപരിഹാര ബലിയുടെ നിയമം ഇതാണ്. പാപപരിഹാര ബലിക്കുള്ള മൃഗത്തെ കർത്താവിൻ്റെ സന്നിധിയിൽ ദഹനബലി മൃഗത്തെ കൊല്ലുന്ന സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലണം. അത് അതിവിശുദ്ധമാണ്. പാപപരിഹാര ബലി അർപ്പിക്കുന്ന പുരോഹിതൻ അത് ഭക്ഷിക്കണം. സമാഗമ കൂടാരത്തിൻ്റെ അങ്കണത്തിൽ വിശുദ്ധ സ്ഥലത്ത് വെച്ച് വേണം ഭക്ഷിക്കുവാൻ. അതിൻ്റെ മാംസത്തിൽ തൊടുന്നവരെല്ലാം വിശുദ്ധരായിത്തീരും. അതിൻ്റെ രക്തം വസ്ത്രത്തിൽ തെറിച്ചു വീണാൽ ആ വസ്ത്രം വിശുദ്ധ സ്ഥലത്ത് വെച്ച് കഴുകണം. അത് പാകം ചെയ്ത മൺപാത്രം ഉടച്ചു കളയണം. ഓട്ടുപാത്രത്തിലാണ് പാകം ചെയ്തതെങ്കിൽ അത് നന്നായി തേച്ച് കഴുകണം. പുരോഹിത വംശത്തിൽപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും അത് ഭക്ഷിക്കാം. അത് അതിവിശുദ്ധമാണ്. എന്നാൽ വിശുദ്ധ സ്ഥലത്ത് വെച്ച് പാപപരിഹാര കർമ്മം നടത്താൻ ബലിമൃഗത്തിൻ്റെ രക്തം സമാഗമ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ബലിമൃഗത്തെ ഭക്ഷിക്കരുത്. അതിനെ അഗ്നിയിൽ ദഹിപ്പിക്കണം. Chapter 6. The Lord said to Moses, "Give Aaron and his sons the following command. This is the ritual for holocausts. The holocaust is to remain on the hearth of the altar all night until the next morning, and the fire is to be kept burning on the altar. The priest, clothed in his linen robe and wearing linen drawers on his body, shall take away the ashes to which the fire has reduced the holocaust on the altar, and lay them at the side of the altar. Then, having taken off these garments and put on other garments, he shall carry the ashes to a clean place outside the camp. The fire on the altar is to be kept burning. It must not go out. Every morning the priest shall put firewood on it. On this he shall lay out the holocaust and burn the fat of the peace offerings. The fire is to be kept burning continuously on the altar. It must not go out. This is the ritual of the cereal offering. One of Aaron's sons shall first present it before the Lord in front of the altar. Then he shall take from it a handful of its fine flour and oil, together with all the frankincense that is on it, and this he shall burn on the altar as its token offering, a sweet-smelling oblation to the Lord. The rest of it Aaron and his sons may eat, but it must be eaten in the form of unleavened cakes and in a sacred place. In the court of the meeting tent they shall eat it. It shall not be baked with leaven. I have given it to them as their portion from the oblations of the Lord. It is most sacred, like the sin offering and the guilt offering. All the male descendants of Aaron may partake of it as their rightful share in the oblations of the Lord perpetually throughout your generations. Whatever touches the oblations becomes sacred. The Lord said to Moses, "This is the offering that Aaron and his son shall present to the Lord on the day he is anointed, 1/10 of an ephah of fine flour for the established cereal offering, half in the morning and half in the evening. It shall be well kneaded and fried in oil on a griddle when you bring it in. Having broken the offering into pieces, you shall present it as a sweet-smelling oblation to the Lord. Aaron's descendant, who succeeds him as the anointed priest, shall do likewise. This is a perpetual ordinance. For the Lord the whole offering shall be burned. Every cereal offering of a priest shall be a whole burnt offering. It may not be eaten." The Lord said to Moses, "Tell Aaron and his sons, this is the ritual for sin offerings. At the place where holocausts are slaughtered, there also before the Lord shall the sin offering be slaughtered. It is most sacred. The priest who presents the sin offering may partake of it, but it must be eaten in a sacred place, in the court of the meeting tent. Whatever touches its flesh shall become sacred. If any of its blood is spilled on a garment, the stained part must be washed in a sacred place. A clay vessel in which it has been cooked shall thereafter be broken. If it is cooked in a bronze vessel, this shall be scoured afterward and rinsed with water. All the males of the priestly line may partake of the sin offering, since it is most sacred. But no one may partake of any sin offering of which some blood has been brought into the meeting tent to make atonement in the sanctuary. Such an offering must be burned up in the fire."